മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകളിൽ സർവേ നടപടി തുടങ്ങി. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ. കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത മഹസ്സർ നടപടിക്കും തുടക്കമായി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, അപ്പോൾ ആ ദിശയിൽ പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കാര്യക്ഷമമായ നടപടികൾ തുടങ്ങി എന്ന് പ്രതീക്ഷിക്കാവോ സുർജിത്ത്? 100% നടപടികൾ വേഗത്തിലാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഉദ്യോഗസ്ഥരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ് ആണ്. എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 68 ഹെക്ടർ ഭൂമി ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സർവേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സർവേ ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ജെ വരുൺ IAS ഇതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ADM ദേവകിയുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ സംഘമുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥർ, കൃഷി ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പെടുന്ന ഉദ്യോഗസ്ഥരുടെ വലിയൊരു വൃന്ദം. അത് 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇതിൻ്റെ പല മേഖലകളും കേന്ദ്രീകരിച്ച്, എസ്റ്റേറ്റിൻ്റെ പല മേഖലകളും കേന്ദ്രീകരിച്ചുള്ള ഒരു സർവേ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മരങ്ങൾ മാർക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ എത്രമാത്രം കൃഷിയുണ്ട്, മാത്രമല്ല മരങ്ങൾ ഉണ്ട്, മരങ്ങളുടെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ വേഗത്തിലാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ ആ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലിന് പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. സ്വാഭാവികമായും അതിലെല്ലാം തന്നെ ഇതെല്ലാം പരിഗണിക്കപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ എസ്റ്റേറ്റ് മാത്രമല്ല, സമാനമായ രീതിയിൽ തന്നെ നെടുമ്പാല എസ്റ്റേറ്റ് ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൽ നിന്നും 70 ഹെക്ടറിലേറെ ഭൂമിയും ഏറ്റെടുക്കുന്നുണ്ട്. അത്തരത്തിൽ 2 മേഖലകളിലായി ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുക, ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഒരു സർവേ നടപടിക്ക് തുടക്കം ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സർവേ നടപടിയിൽ കൃത്യമായ രീതിയിൽ ഒരു റിപ്പോർട്ട്, സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. അതായത് ഈ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും, കളക്ടർ സർക്കാരിന് കൈമാറും. അങ്ങനെ പുനരധിവാസ നടപടികൾക്ക് വേഗം വയ്ക്കുന്നതിൻ്റെ സൂചനയാണ് ഈ നടപടി തുടങ്ങിയിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥരുടെ വലിയ കൂട്ടം തന്നെയുണ്ട്. അതായത് ഇതിൻ്റെ സർവേ നടപടിയുടെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥരുടെ വലിയ കൂട്ടം തന്നെയുണ്ട്. സ്പെഷ്യൽ ഓഫീസറുണ്ട്, ADM ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരാണ് ഈ നടപടിക്ക് തുടക്കം ഇട്ടുകൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിയ ശേഷം ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. അതിനുശേഷം അടുത്ത നീക്കം ഈ പുനരധിവാസ നടപടിയുടെ ഭാഗമായുള്ള ടൗൺഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് വേഗം കടക്കും എന്നുള്ളത് തന്നെയാണ്. ആ അളവ് ഉൾപ്പെടെ, മരത്തിൻ്റെ അളവ് ഉൾപ്പെടെ എടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ മരത്തിൻ്റെ ഉയരം, വലിപ്പം അതെല്ലാം കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടും. ആ കണക്ക് കൂട്ടിയാകും ഇതിൻ്റെ വില നിശ്ചയിക്കുക. വില നിശ്ചയിക്കുന്ന, ഈ സ്ഥലത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഇത് ആവശ്യമാണ്. ഇവിടുത്തെ കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം ഇതെല്ലാം ഇതിനാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ആ നടപടി ഇവിടെ പുരോഗമിക്കുകയാണ്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ പുനരധിവാസം വല്ലാതെ വൈകുന്നു എന്ന പരാതിയല്ല, ശരിയാവണ്ണമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. കോടതിയിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയിൽ സർവേ നടപടികൾ തുടങ്ങുന്നതാണ്. എത്രയും പെട്ടെന്ന് ആ പാവങ്ങളുടെ പുനരധിവാസം സാധ്യമാവട്ടെ എന്നാഗ്രഹിക്കുകയുമാണ്. നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെയുണ്ട്.